നമുക്കിന്നൊരു ഹെയർ സ്റ്റൈൽ ആയാലോ? എങ്ങനെയാണ് ഇതിലേക്ക് പോകാം? നമ്മുടെ ഇന്നത്തെ വീഡിയോ ശരിക്കും ഹെയർ സ്റ്റൈൽ വീഡിയോ അല്ല, ഹെയർ സ്റ്റൈൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ബിഹൈൻഡ് ദ സീനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇൻട്രോയാണ്. ഞാൻ ഹെയർ സ്റ്റൈൽ വീഡിയോന് വേണ്ടി ഒരു ഇൻട്രോ എടുക്കുകയായിരുന്നു. ഇൻട്രോ എടുത്ത് കഴിഞ്ഞിട്ട് ആ ബാങ്കിളും ബണ്ണും വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരികയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ മുടി എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബാങ്കിൾ വെച്ചുള്ള ഹെയർ സ്റ്റൈൽ നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ മുടി എടുത്തു. ഇനി നമ്മുടെ ബാങ്കിളിൻ്റെ ആദ്യത്തെ ഹോൾ ഇടുക. ഓക്കെ, നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ മറ്റേ ഹോളിലും കൂടെ കയറ്റി കഴിയുമ്പോൾ റെഡിയാവും. ഇനി ഞാൻ പോയി. ആ ബണ്ണിൻ്റെ കാര്യത്തിൽ തീരുമാനമായി, അത് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അങ്ങനെ വീഡിയോ ചെയ്തു. ബാങ്കിളും വേറെ ഒരു ബണ്ണും വെച്ച് ഞാൻ ചെയ്തു. അതും അങ്ങനെ ശുഭകരമായിട്ട് തെറിച്ച് പോയിട്ടുണ്ട്. കാണുന്നവർ നോട്ട് ചെയ്തോണം, ടേക്ക് നമ്പർ 3 ആണിത്. വീണ്ടും ആ ബാങ്കിളെ കയറ്റിയിട്ടു. വീണ്ടും നമ്മൾ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാൻ പോവുകയാണ്. വീണ്ടും വലിയ കാര്യത്തിൽ കയറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇനി നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും നമ്മൾ മുടിയെടുത്തിട്ടുണ്ട്. മുടി ഞാൻ 2 സൈഡിൽ നിന്നും എടുത്തിട്ട് ആ ഹോളിലോട്ട് കയറ്റുകയാണ്. ഹോളിലോട്ട് കയറ്റിയപ്പം തന്നെ അത് കുഴപ്പമില്ലാതെ വന്നു. പിന്നെ താഴത്തത് കയറ്റാൻ വേണ്ടി കുറച്ച് പാടായിരുന്നു. ഞാനങ്ങനെ കയറ്റുകയാണ്. താഴത്തെ കയറ്റിട്ട് ശരിയാകുന്നില്ല. എന്നിട്ട് മുടിയൊക്കെ ഫുള്ളും കൂടെ അതിനകത്ത് കയറ്റാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് ഫുള്ളും മുടിയെല്ലാം കൂടെ കൊളമായി. എൻ്റെ തലയിലൊക്കെ കുടുങ്ങി, ആ ബാങ്കിളൊക്കെ കുടുങ്ങി. അങ്ങനെ നെക്സ്റ്റ് ടേക്ക് നമ്പർ 4 ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും 2 സൈഡിൽ നിന്ന് മുടി എടുക്കുകയാണ്. വീണ്ടും ആ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ബാങ്കിളിൻ്റെ ഫസ്റ്റ് ഹോളിൽ കയറ്റുകയാണ്. കയറ്റിയപ്പം തന്നെ അത് പോയിട്ടുണ്ട്. ഞാൻ കുറേ ബാൻഡ്സ് ഇങ്ങനെ ഓരോന്ന് മാറ്റി ഞാൻ ഇട്ട് നോക്കി. പക്ഷെ ഒരു ബുഷ് പോലും നേരെ ചുവയിരിക്കുന്നില്ല. തല കയറ്റുമ്പം തന്നെ തെറിച്ച് തെന്നി പോവുകയാണ്. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ കുറേ നേരമായിട്ട് ട്രൈ ചെയ്യാം. വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. അടിയിൽ നിന്ന് തെന്നി തെറിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ടേക്ക് നമ്പർ 5. ഞാൻ വീണ്ടും ആ ബാങ്കിൾ വേറെ ഒരു ബാൻഡ് എടുത്ത് വീണ്ടും ഞാൻ ചെയ്യുകയാണ്. അത് കയറുന്ന പോലും ഇല്ല, അത് കയറ്റിയപ്പം തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അത് കയറി എന്തോ ഭാഗ്യത്തിന്. ഓക്കെ, ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ആ ഹെയർ സ്റ്റൈൽ ഒന്നും കൂടെ. ഞാൻ 2 സൈഡിലും മുടി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പ്രാവശ്യം കുറച്ച് മുടിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഹോളിൽ വീണ്ടും കയറ്റിയിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ഹോളിലും കൂടെ കയറ്റാം. അങ്ങനെ ഞാൻ സെക്കൻഡ് ഹോളിലും കയറ്റി. എന്നിട്ടും കുറച്ച് മുടിയൊക്കെ പുറത്ത് കിടപ്പുണ്ടായിരുന്നു. അതും ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ കയറ്റി എൻ്റെ ഇടയിൽ കൂടെ. എന്നിട്ട് ഞാൻ വലിച്ചൊന്ന് വെച്ചു. ഇപ്പം ഏകദേശം കുഴപ്പമില്ലാതെ ഓക്കെ വന്നതായിരുന്നു. പക്ഷേ വീണ്ടും കൊളായി, ശരിയായിട്ട് വന്നില്ല അത്. ഇനി ഞാൻ ലൊക്കേഷൻ മാറ്റിയൊന്ന് പിടിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ച് ലൊക്കേഷൻ ഒന്ന് മാറ്റുകയും ചെയ്ത്. എന്നിട്ട് ഞാൻ വീണ്ടും ആ ബാൻഡ് അതിനകത്ത് കയറ്റും, അത് പോവും. അത് തന്നെ പണി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കയറ്റും. കയറിയിപ്പം എന്തായാലും. വീണ്ടും അങ്ങനെ ഞാൻ 2 സൈഡിൽ നിന്ന് മുടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ കയറ്റി നോക്കാം, ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനപ്പം അങ്ങനെ അതെടുത്തിട്ട് ഫസ്റ്റ് ഹോളിൽ കയറ്റുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് ഹോളിലോട്ട് കയറ്റാം. അതാണെങ്കിൽ ആ ഒരു ബാൻഡ് ആ വളയിൽ ഇങ്ങനെ ലൂസായി പോകുന്നുണ്ട്. അപ്പം
ഞാൻ നമുക്കൊന്ന് പിടിച്ചിട്ട് പയ്യെ ഇങ്ങനെ കുത്തി കയറ്റി മുടി ഫുള്ളും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് ഞാനൊന്ന് വലിച്ചു കഴിഞ്ഞപ്പം കുഴപ്പമില്ലാതെ വന്നു, പക്ഷെ അവിടെ ശരിയായില്ല. പക്ഷെ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. ഏകദേശം അതുപോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. കണ്ട, ഞാൻ മുമ്പേ എടുത്ത വീഡിയോ അത് കുഴപ്പമില്ലാതെ വന്നതേ ഉള്ളൂ, അല്ലാതെ കറക്റ്റായിട്ട് വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെടിയിൽ വീണ്ടും മുടിയെടുത്ത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് അതിങ്ങനെ കയറ്റി കഴിഞ്ഞപ്പം എൻ്റെ മുടി നമ്മുടെ ആ ബാംഗിളിൽ നിന്ന് ഇങ്ങനെ ഊരിപ്പോകുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ ഒന്ന് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടൊന്ന് ചെയ്തപ്പം വലിയ കുഴപ്പമില്ലാതെയാണ് കിട്ടിയേക്കുന്നത്. ഞാൻ ഫ്രണ്ടിലോട്ട് ഇട്ടത് ഇങ്ങനെ ചെയ്യുകയാണ്. ഒന്ന് വലിച്ചിട്ടിട്ട് പിന്നെ സെക്കൻഡ് ഹോളിലോട്ട് കയറ്റുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ആ സെക്കൻഡ് ഹോളിലോട്ട് ഞാൻ കുത്തി ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. മുടി കണ്ട, മുടി കയറ്റി കഴിഞ്ഞപ്പം ശരിയായില്ലാണ്ട് ഞാൻ പിന്നെ അത് ഊരി തലേന്ന് ഫുള്ള് ക്യാമറ ഓഫ് ചെയ്തിട്ട് ചെയ്തപ്പോൾ അത് കുഴപ്പമില്ലാതെ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചൊരു ഔട്ട്രോ എടുക്കാമെന്ന്, അങ്ങനെ എടുത്തതാണത്. അങ്ങനെ ഞാൻ വേറെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ ഇൻട്രോ എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ വീണ്ടും ബാംഗിളും ബണ്ണും എടുത്ത് അത് കയറ്റുകയാണ്. കയറ്റിയപ്പം തന്നെ കയറുകയും ചെയ്തു. ലാസ്റ്റ് അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷം നമ്മുടെ ഇനി ഫൈനൽ വീഡിയോ കണ്ടാലോ. നമുക്കിന്നൊരു ഹെയർ സ്റ്റൈൽ ആയാലോ, സിമ്പിൾ. അപ്പം എങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ബാംഗിൾ വേണം, പിന്നെ ഒരു ബണ്ണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാൻഡോ എന്തെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ബാംഗിളിൻ്റെ സെൻറ്ററിൽ ഇത് കയറ്റണം. ഇച്ചിരി ടാസ്ക് ഉണ്ട്, ചില സമയത്ത് കയറത്തില്ല ഇത്. കയറി എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ടോ തോന്നുന്നു, കയറിയിട്ടുണ്ട്. കണ്ട, നമുക്കിത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ടുപോയി. ഗൈസ്, നമ്മുടെ ഹെയർ സ്റ്റൈൽ സിമ്പിളാണെന്ന് വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ചെറിയ ടാസ്ക്കാണ്. നമ്മൾ ആ ബാൻഡ് കയറ്റിട്ടില്ലേ, അതിൽ ഫസ്റ്റ് നമ്മൾ മുടി വലിച്ച് തരുമ്പം ആ ബാൻഡ് ഊരിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മുടി ഇട്ടിട്ട് ആ ബാൻഡ് കയറ്റിയിട്ടാണ് ഞാൻ ഇടയ്ക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്യണം. ചില സമയത്ത് ചെയ്യാൻ നിന്നതിന് കിട്ടത്തില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബൈ. അപ്പം ഇത് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഈ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ടെന്നും കമൻറ്റ് ചെയ്യുക. ബൈ.